ഒന്നും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ. സ്വന്തമായിട്ട് വീടുണ്ട്, വസ്തുവുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടണം കേട്ടോ. എത്ര ദിവസമായിട്ട് ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുമെന്നറിയാവോ? ഇന്നേ ദിവസം വരെ ആ വില്ലേജ് ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഈ വില്ലേജ് ഓഫീസ് എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല ജിംനേഷ്യം ഒന്ന് ഇടണം. കാരണം കയറി ഇറങ്ങി എന്റെ ഷുഗറിന്റെ ലെവൽ അങ്ങ് താഴോട്ട് പോയി. അവിടെ ഇവിടെയും കയറി ഇറങ്ങി ചെരുപ്പിന്റെ വായ്ക്കോശം ഉഴുന്നുവട പോലായി കേട്ടോ ചേച്ചി. എനിക്കറിയത്തില്ല. ഓ, ഈ നേരമില്ലാത്ത നേരത്തെ ഈ പെണ്ണെന്തിനീ കിടന്ന് വിളിക്കുന്നത്? ഹലോ എടി സുജാത, നീ എവിടെ അടി? എടി, ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിലോട്ട് പോന്നു. യോ, നിനക്ക് ജോലി കിട്ടിയോ? ആ കിട്ടി. ഇവിടെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. എന്നെ പോവണേ അവിടുന്ന്. എടി, ബാങ്കിൽ ഒരു ലോണിന് പോയതാടി. അവിടെ ചെന്നപ്പോ അവർക്ക് ഇതുപോലെ സംശയമില്ല. എൻ്റെ അച്ഛൻ മരിച്ചു പോയതല്ലയോ. ഞങ്ങൾ 4-5 മക്കളെ ഉള്ളോ, വേറെ വല്ല അവകാശികളും ഉണ്ടോ, ഇതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോന്നാ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലണമെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയതായതുകൊണ്ട് അച്ഛന്റെ മരണത്തിൽ പങ്കെടുത്ത ഞങ്ങൾ അച്ഛനെ അറിയാവുന്ന, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, അച്ഛനെ അറിയാവുന്ന അയൽവക്കക്കാരായിട്ടുള്ള ആരെങ്കിലും വിളിക്കണമെന്ന്. ഞാൻ മറ്റേ നമ്മുടെ ഇല്ലേ ദിവാകര കൈമൾ അങ്കിളില്ലയോ, ആ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്ത ആ മനുഷ്യനെ കൊണ്ടാന്നോ? ആര് പറഞ്ഞ അങ്ങേർക്ക് ഓർമ്മയില്ലെന്ന്? ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ നിറം വരെ അങ്ങേർക്ക് അറിയാം. നീ വെക്ക, ഞാൻ വിളിക്കാവിടി. എന്തോ ചെയ്യാനാന്ന് പറ. മനുഷ്യനെ വലയ്ക്കാനായിട്ട് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുവാന്നേ. സത്യം പറയല്ലോ, ഇന്ന് അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പ്യൂട്ടർ എല്ലാം ഞാൻ തല്ലി ഞാനോ പൊട്ടിക്കും. ആ മൗസ് ഞാൻ ചവിട്ടിക്കളയും. ഞാൻ പറഞ്ഞേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് വല്ല വീട്ടിലോണും തുടങ്ങണം. അതാ വേണ്ടുന്നത്. എങ്ങനെ ബഹളം വെക്കാതിരിക്കും? എന്റെ ഇൻസൾട്ട് ചെയ്താ പൊന്നുകൊച്ചാട്ടാ. ഞാൻ എപ്പോ വന്നേന്നറിയാവോ? ഒരു അപേക്ഷ കൊടുത്തിട്ട് 4-5 ദിവസമായി. ഇന്നേ നാഴിക വരെ ആ വില്ലേജ് ഓഫീസർ പുറത്താനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അയാൾ വന്ന് എന്റെ കാര്യം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സുജാതയാ പറയുന്നത് ഞാൻ പച്ചമണ്ണ് വാരി ഞാൻ വടക്കോട്ടെ ഞാൻ പ്രാകും. അയാളെ തല ഇടുത്തി പോ. ഞാൻ പറഞ്ഞേക്കാം. ഇത് തലമട്ട ഞാൻ അടിച്ചാൽ കമ്പ്യൂട്ടർ വെച്ചിട്ട്. എന്താ പറഞ്ഞാലും ഒരു രക്ഷയില്ല. ചുമ്മാ കേറി ഇറങ്ങി നടക്കത്തേ ഉള്ളൂ. അത് കൊച്ചാട്ടം പറഞ്ഞത് 110% ശരിയാ കേട്ടോ. ഏതപേക്ഷയാ വെച്ചേക്കുന്നത്? അപേക്ഷ വെച്ചിട്ടില്ല. പിന്നെ ഞാനാ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. സത്യം പറയാമല്ലോ, വില്ലേജ് ഓഫീസറെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചിരിക്കുന്ന നാട്ടുകാരെ മൊത്തം ഇങ്ങനാ പറയുന്നത്. ഈ സുജാത അങ്ങനെ പറയത്തില്ല. കാരണം എനിക്ക് വിവരമുണ്ട്. കേട്ടു. ഞാൻ ഉള്ളപ്പോ ഇത്രയും, അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ എന്തോ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. നേണ്ട ഇവരോടെ കേട്ടോണ്ടിരിക്കുവാ. കമാന്ന് 2 അക്ഷരം ഞാൻ ഇന്നേ നാഴിക വരെ പറഞ്ഞില്ലേ? സത്യവാദം. ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ 1.5 മിനിറ്റും നല്ലൊരു മ്യൂസിക്കും കൊണ്ട് കളഞ്ഞു ഇല്ലയോ? അല്ല 2-3 ദിവസമായിട്ട് ഞാൻ ഇവിടെ കേറി ഇറങ്ങുവാ. അതായത് ഈ അച്ഛന്റെ പേരിലുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുവാ ഞാൻ. ഒന്ന് നോക്ക് സാറേ എന്റെ അപേക്ഷ. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. സുരേഷേ, എന്നാടാ ജില്ലാ സമ്മേളനം? 25-ാം തീയതി. ഒരാഴ്ച ജില്ലാ സമ്മേളനം നടത്താമോ? എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കാനായിരുന്നു. ശരി. അത് മതി. പിന്നെ വേറൊരു കാര്യം, ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനത്തിന് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുത്. മുത്തുക്കൊട എൻ്റെ തന്നെ തരണം. ഫ്രണ്ട് മുത്തുക്കൊട പിടിച്ച് എനിക്ക് നടക്കാനാ കേട്ടോ. പിന്നെ ബാഡ്ജ് ഒരു 2 എണ്ണം കൂടെ തരണം. എനിക്ക് വീട്ടിൽ കലണ്ടറെ കൊണ്ട് കുത്തിവെക്കാനാ കേട്ടോ. ശരി. ഞാൻ നമുക്ക് ഈ യൂണിറ്റ് സമ്മേളനത്തിന് നമുക്ക് കണ്ടാലോ? അയ്യോ സാറ് വീണായിരുന്നോ? സാറ് വീണോ? ഞാൻ കണ്ടില്ലായിരുന്നു. നിനക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വീഴണോ ഇവിടെ? സാറേ ഇതൊന്ന് പിടിക്കും സാറേ. സാറിനെ പിടിച്ചു കയറാനല്ല, ലോൺ എടുത്ത് എനിക്ക് വല്ല വിധേനെ ഒന്ന് പിടിച്ചു കയറാനാ സാറേ. ഒന്ന് നാക്കി തട്ടിക്കളഞ്ഞ്. ഇത് എന്തോനുള്ള ലോണാ ഇത്? സംഭവം എന്തോ ഇത്? അതായത് 8 ലക്ഷം രൂപയ്ക്ക് ഒരു പൊടിമില്ല് തുടങ്ങാനുള്ള ലോണാ. ഓ, തുമ്മിച്ചാവാനുള്ള ലോണാ. എന്തെങ്കിലും ഒന്ന് സാറിനാക്കി തരാൻ സാർ. ഓക്കേ, നോക്കട്ടെ. ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഈ പൊടിയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. പാക്കറ്റിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് കേട്ടണമെങ്കിൽ ആദ്യം പൊടിക്കണം. അത് ശരിയാ. നമ്മുടെ ഈ പഴമ നമ്മൾ വിട്ടിട്ടൊരു നിന്റെ നോപുരം മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വീണുവിൽ രാഗലോലമായി ജീവിത്തോ. മഴയ്ക്ക് മുമ്പ് ശോഭന ആവേശം കൊണ്ടുവരൂ. അയ്യോ, ശോഭനയല്ല, സുജാത. ഡൂറ്റ് പാടാനാണോ ഞാൻ ഈ വില്ലേജ് ഓഫീസറായിട്ട് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ മരിച്ചു അച്ഛൻ. അച്ഛൻ മരിച്ചു. ജീവിച്ചിരിക്കുന്നില്ല.
നേരത്തെ വരെ നല്ല ചിരിയായിരുന്നു, പാട്ടോടെ കൂടി തീർന്നു. ആരുടെ കാര്യം പറഞ്ഞേ? അല്ല, ജീവ ചിരിക്കുന്നു. കാര്യമാണോ? അവൻ ചിരിക്കുവോ കരയുമോ എന്തുവേലും ചെയ്യട്ടെ. ചെയ്യട്ടെ. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. മരിച്ചുപോയതാ. അതാണ് ചോദിച്ചത്. മരിച്ചുപോയത്. എന്താണ് പരേതന്റെ ഭാര്യയുടെ പേര്? ജിങ്കിലമണി. ചിരിച്ചു പൊട്ടാന്നെഞ്ചില് അല്ല, ജിങ്കിലമണി അമ്മയുടെ പേര്. ചെണ്ടമേളത്തിന് വെള്ളം പോയപ്പോ കിട്ടിയതാണോ? അറിയത്തില്ല, സ്നേഹിച്ചുള്ള കല്യാണമായിരുന്നു. അച്ഛന്റെ പേരെന്തുവായിരുന്നു? കുഞ്ഞേർക്കൻ. ഫോറസ്റ്റിലായിരുന്നു. ഫോറസ്റ്റിലാന്ന് കുഞ്ഞേർക്കനല്ല, കുറുക്കൻ. കുഞ്ഞേർക്കൻ അച്ഛന്റെ പേര് ആണോ? ഫോറസ്റ്റുകാരനായിരുന്നു? അയ്യോ അല്ല, കൂപ്പി തടി ലേലത്തിനെടുക്കുന്ന ജോലിയായിരുന്നു അച്ഛൻ. ഇത് എന്റെ അല്ല, ഇത് ആദ്യം തരേണ്ടത്. പിന്നെ ഈ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ആ വലത്ത് സൈഡിൽ ഒരാളിരിപ്പുണ്ട്, വയറ് മേശപ്പുറത്ത് വെച്ചിട്ട്. അയ്യോ, അത് വയറായിരുന്നോ? ഞാൻ വിചാരിച്ച പേപ്പർ വെയിറ്റ് ആന്ന്. സതീശൻ. അവന്റെ കൊണ്ട് കൊടുത്ത് അവൻ ഒപ്പിട്ടിട്ടാണ് ഈ സംഭവം ഇങ്ങോട്ട് കൊണ്ടു തരേണ്ടത്. സതീശ സാറിന്റെ ഞാൻ ആദ്യം കൊടുത്തായിരുന്നു. അന്നേരം പറഞ്ഞ എന്റെ അല്ല തരണ്ട, വില്ലേജ് ഓഫീസറിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. അവൻ എന്റെ തന്നു വിട്ടു. അതെ. അവൻ എന്തൊടുക്കും അവിടെ? ഇതേപോലെ പൊക്കളും തടവി അവിടെ ഇരിക്കുമായിരുന്നു. ഇതെന്താണ് ഈ അപേക്ഷ കൊടുത്തതെന്നാണ്? അപേക്ഷ ഞാൻ ഓർമ്മയില്ല സാറേ. ഞാൻ മറ്റേ വില്ലേജ് ഓഫീസർ ഇരിക്കുമ്പോഴാണ് ആദ്യം വന്ന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഡേറ്റ് അറിയണം. എന്നാ കൊടുത്ത ഡേറ്റ് അറിയണം. കമ്പ്യൂട്ടറിലാണ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിക്കേ. ഇല്ല, കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അല്ല സാറേ, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല സാറേ. ഒന്ന് ഓൺ ചെയ്ത് നോക്ക് സാറേ. നിങ്ങൾ പറയുമ്പോ ഓൺ ചെയ്യാനിരിക്കുവാണോ? ഞാൻ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അതെന്താ പറ്റാത്തേ? ഇത് ഓൺ ചെയ്യുമ്പോ ഉൽക്ക പൊട്ടിത്തെറിക്കുന്ന പടവാ കാണുന്നത്. അത് കാണുന്ന എനിക്ക് പേടിയോ. കടലിലടിവശം വിമാനത്തിന്റെ ചിറകൊക്കെ കണ്ട ഞാൻ പേടിച്ച് സാറേ. കനിയാണ് സാറേ, എന്നെ കൊണ്ട് പറ്റത്തില്ല സാറേ. ചെയ്യുന്ന ഒരു ആൻജി ഒരു വെള്ള പേപ്പർ വെള്ള പേപ്പറാ ഇതിനകത്തുണ്ട്. വേണ്ട, വെള്ളം. എന്തോ സാറേ, വല്ല കുഴപ്പമുണ്ടോ? 10 സെക്കൻഡ് ഈ പൊട്ടിലോട്ട് നോക്കിയിട്ട് ഇതിൽ നോക്കിയാ നിങ്ങളുടെ മുഖം കാണാൻ എനിക്ക്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള സാധനം പടച്ചു വിടുന്ന സാറാ ഇല്ലയോ? ഇത് മാത്രമല്ല, പിന്നെ ഉർവശി കൂട്ടുകാരിയെ കണ്ടപ്പോ ചെയ്തത് കണ്ടോ? ദുൽഖർ സൽമാന്റെ കൂളിംഗ് ക്ലാസ് കണ്ടോ? ഈ വക സാധനങ്ങളൊക്കെ ഞാനല്ലേ അങ്ങോട്ട് കേൾക്കുന്ന ഫേസ്ബുക്കിൽ. വലിയ വരുമാനം ഉണ്ടോ? വരുമാനം ഉണ്ടോന്ന് ചിലവന്മാര് നെഗറ്റീവ് ഇടാൻ കയറി. ഇവന്മാർ അറിയുന്നില്ലല്ലോ ഓരോ കമന്റിനും പൈസ വന്ന് കയറുവാന്ന് അറിയുന്നില്ലല്ലോ. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ പൂരിപ്പിച്ചു തരാം. കാരണം ആവശ്യം എന്റെ ആയി പോയില്ലേ. പേരെന്തുവായിരുന്നു? സുജാത. സു കഴിഞ്ഞ് ജാത കഴിഞ്ഞ് ലാത്തി ചാർജ്. എന്റെ പേരാ സുജാത. അച്ഛന്റെ പേരെന്തുവായിരുന്നു? കുഞ്ഞിറക്കൻ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. കുഞ്ഞിറക്കൻ. എത്ര മക്കളുണ്ട്? ഞങ്ങൾ 5 മക്കള്. അപ്പൊ അത്ര കുഞ്ഞിറക്കനല്ല. ഐ ഡി എന്ന് പറഞ്ഞല്ല, ഐ ഡി കാർഡ് തരാം. എന്നെ കൊണ്ട് സാറേ ഇതിനകത്തുണ്ട്. പാന് 320. കണ്ടോടാ, മീട്ടാപ്പാന്റെ നമ്പർ പറഞ്ഞേക്കുന്നു. അതല്ല, നിന്റെ പാൻ കാർഡിന്റെ നമ്പർ ഇതിനകത്തുണ്ട് സാർ. ഓ, ഇന്നതെല്ലാം വെച്ചേക്ക് വല്യോ. ഓക്കെ, എല്ലാ സംഭവമായി പൂരിപ്പിക്കണത്. ഇവിടെ ചെയ്യില്ല, അത് ഓഫീസ് യൂസിനുള്ളതായത്. അതെന്തോന്ന് വെച്ചാ ഓഫീസ് യൂസ്. ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത്. ഇത് നിങ്ങൾക്കുള്ളതല്ല. ഇത് നിങ്ങൾക്കുള്ളതല്ല. ഇത് അല്ല, ഇവിടെ ഈ പുകവലി നിരോധന മേഖല ആയോണ്ടേ ഞാൻ ഇത് കീറി ചുരുട്ടി ആ കിരീര് മാറ്റും. അങ്ങ് ഒരുമിച്ചിട്ടുണ്ട്. ഒപ്പിട്ടാ മതി. ഒപ്പാന്നോ സാറേ? ആ, ഒപ്പ്. എന്റെ ഒപ്പിട്ടാട്ടെ. ഒപ്പല്ലേ സാറേ? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഇച്ചിരി ഉണ്ട്. പെട്ടെന്നാട്ടെ. കഴിഞ്ഞില്ല. എന്താ കാണിക്കോ ഇത്? കിട്ടില്ലേ? ഇടുവച്ച അങ്ങോട്ട്. സുജാത. എത്ര രൂപയാ ലോൺ വേണ്ടത്? 8 ലക്ഷം രൂപ മതി. 8 ലക്ഷം ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമോ? അതുപോ ഈ പോലെ ചുരുട്ടി കൂട്ടി കളയാനാണോ? 8 ലക്ഷം രൂപ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ആണല്ലേ? അപ്പൊ ഓക്കെ, അപേക്ഷ സ്വീകരിച്ചു. അപ്പൊ ഇനിയിപ്പോ വേണ്ട എന്താന്ന് ചോദിച്ചാലേ, നിങ്ങളുടെ അച്ഛന്റെ പ്രായത്തിലോ അതോ അതിൽ കൂടുതലോ വയസ്സുള്ള ഒരാൾ ഇവിടെ വരണം. നിങ്ങളുടെ അയൽവാസി എന്തു പറ്റത്തില്ല. ആ പുള്ളിക്കാരൻ വന്ന് നിങ്ങളുടെ അച്ഛന്റെ കുറെ ഡീറ്റെയിൽസ് ഇവിടെ പറയണം. ആളിവിടെ വന്നാൽ നമുക്ക് ഇത് സാക്ഷൻ ആക്കി തരാം. അയ്യോ, ചിടി പെട്ടെന്ന് ഫീൽ ആദിട്ട് പെട്ടെന്ന് വരാൻ പറയും. എനിക്ക് കളക്ടറേറ്റിൽ മീറ്റിംഗ് പരിപാടിയൊക്കെ ഉള്ളതാണ്. എന്തോ കഷ്ടമാന്ന് പറഞ്ഞ ഞാൻ നടക്കുമ്പോ ഈ കൊടയുടെ കാല് വന്ന് വണ്ണയ്ക്ക് കുത്തുവാ. ഭയങ്കര കൊടയങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. കൊടയുണ്ട്, മഴയുണ്ട്, മഴയുണ്ട്, ഞാനുണ്ട്. മഴയും പിടിച്ച് കിടുക്കം പരസ്യമായിട്ടാ വന്നേക്കുന്നത്. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കിയിരിക്കും. എന്ത് താമസം എന്താ? ഒരു കൊച്ച, ഞാനിപ്പോ കണ്ണൂരിൽ നിന്നല്ലേ വരുന്നത്. അത് കൊള്ളാം. രാവിലെ നോക്കിയപ്പോ പന്തളം ബസ് സ്റ്റാൻഡിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഒരു കൊച്ച, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കാറ്റും മഴയായിരുന്നു. ഈ കൊടയൊന്ന് നൂർത്തപ്പോ ഈ കൊട എന്നെ അങ്ങോട്ട് നേരെ കണ്ണൂർക്ക് അങ്ങ് പോയി. എറണാകുളമൊക്കെ മേളിൽ നിന്ന് കാണുമ്പോൾ തീപ്പെട്ടി അടിക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുമല്ലോ. പിന്നെ
കണ്ണൂരിൽ നിന്നൊരു തെക്കൻ കാറ്റടിച്ചപ്പോൾ ഞാൻ കോർത്തിഞ്ഞ് പോകുന്നതാ. വില്ലേജ് ഓഫീസർ ചോദിക്കുന്നതിന് മാത്രം ആ മണിമണിയായിട്ട് ഉള്ളതുപോലെ അങ്ങ് പറയണം. അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പങ്കജാമ്മൂമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു അങ്കിളിനെ തന്നെ വിളിക്കണം. അച്ഛനെയൊക്കെ നേരത്തെ അറിയാമല്ലോ. അപ്പൊ അമ്മൂമ്മ പറഞ്ഞിട്ടാ അങ്കിളിനെ വിളിച്ചത്. അതെ 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 അതെ. ഇടയ്ക്കിടയ്ക്ക് അങ്കിളൊന്നും വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാൽ മതി. അതാകുമ്പോ എനിക്ക് 2 വയസ്സ് താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ സ്വഭാവത്തിന് ഞാൻ താഴോട്ട് കളയണ്ട. പിന്നെ എന്റെ ആവശ്യമായതോട്ടെ മിണ്ടാത്തത്. ഇവള് കേട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം. അങ്കിളെ അപ്പൊ അമ്മൂമ്മ പറഞ്ഞിട്ടാണ് അങ്കിളിനെ വിളിച്ചത്. അമ്മ പറഞ്ഞിട്ടാണോ? അതെ, അതെ, അതെ. പറഞ്ഞാലും നിന്റെ അമ്മൂമ്മ ഇപ്പൊ അവിടെ ആടിന് തീറ്റ എടുക്കാൻ വരുന്നില്ലല്ലോ. അയ്യോ ഞാനാ പറഞ്ഞ അമ്മൂമ്മയുടെ ആ വഴിയൊന്നും പോകണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോഴേ ഈ പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് പോച്ച എല്ലാം അറുത്തിട്ടേക്കുവാ. അത് പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് അറുത്തിട്ടല്ല, പിന്നെ എന്റെ വല്യമ്മ കാണാത്ത ടെൻഷൻ ഞാൻ കടിച്ചു പറിച്ചിട്ടാ വാള് തിരക്കിയിരിക്കുവാ. എവിടെ സാറേ അയ്യോ എന്താ? അയ്യോ എന്റെ പൊതി നോക്കിയപ്പോഴേ കണ്ടില്ല. സാറേ ആളത്തി ആളത്തി. ആ. അല്ല അറിയപ്പെടുന്ന ഒരു മനുഷ്യനാ. ഇവിടെ പുതിയതാ ഇല്ലയോ? ഇപ്പൊ വറുത്ത് കോരി വെച്ചേക്കുന്നേ ഉള്ളു. എണ്ണ തോരട്ടെ. മുരിഞ്ഞവൻ. ഉപ്പ് വേണമെങ്കിൽ തറവാട്ടിൽ വന്ന് വാങ്ങിക്കണമായിരുന്നു. അതെന്നാ തറവാട്ടിൽ കൃഷി ചെയ്ത് വെച്ചേക്കുവാണോ ഉപ്പ്? പുതിയതായിട്ട് വന്നിട്ടാണ്ടായിരിക്കും. എന്നെ അങ്ങോട്ട് പരിചയമില്ലല്ലേ? ആന്ന് പുതിയതാ. ഒരാഴ്ച അയാൾ ഇവിടെ വന്നിട്ട്. നേരത്തെ എവിടെ ആയിരുന്നു? നേരത്തെ ഞാൻ കോഴിക്കോട് കുറ്റിയാടിയായിരുന്നു. പറ്റിക്കുവാ പറ്റിപ്പ്. അതെന്തുവാ? മേശിരിയെ കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസായിട്ട് വെച്ചേക്കുന്നത്. കോഴിക്കോട് കുറ്റിയാടിയായിരുന്നു. കുറ്റിയാടി എന്നാ പറഞ്ഞു. കോഴിക്കോടുള്ള ഒരു വില്ലേജാണ് കുറ്റിയാടി. ഓ കുറ്റിയാടി. അവിടുത്തെ വില്ലേജ് ഓഫീസർ ആയിരുന്നു ഞാൻ. ഓ കുറ്റിയാടിയൊക്കെ എനിക്കറിയാം. എനിക്കവിടെ കുറ്റി ഉണ്ടായിരുന്നു. അവിടെയാണ് റബ്ബറും കുറ്റി പരിപാടി. അത് കഴിഞ്ഞ് 2 കൊല്ലം ഞാൻ കുറ്റിപ്പുറത്തിരുന്നു. കുറ്റിപ്പുറത്തിരിക്കാൻ നീ ആരാ? നീർക്കാക്കയോ? കുറ്റിപ്പുറം മലപ്പുറം കുറ്റിപ്പുറത്തായിരുന്നു ഞാൻ. ഓ മലപ്പുറം കുറ്റിപ്പുറത്ത്. ഇത് അച്ഛനറിയാവുന്ന ആളാ. ഞാനേ എനിക്ക് അവിടെ എവിടെയൊക്കെ പാടുണ്ട്. തേച്ചൊരച്ച് കുളിക്കാത്തന്റെ അവിടെ എവിടെയൊക്കെ പാടുണ്ടെന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ എവിടെയൊക്കെ ഒരുപാട് പാടമുള്ള കക്ഷിയാ ഞാൻ. ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഷമ്മിയാ. ജന്മി ജന്മി. സത്യ. ഈ ഗ്രാമപഞ്ചായത്തിലെ എന്റെ വീടാ വലിയ വീട്. ഭയങ്കര വലിയ വീടാ. ഞങ്ങളുടെ അമ്മൂമ്മ TV കാണാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഓട്ടോറിക്ഷ വിളിച്ചാ വരുന്നത്. അത്രയ്ക്ക് വലിയ വീടാണ്. ഞങ്ങളെ വീട്ടിൽ കാറുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. പോളിഷ് അടിച്ച സോഫയൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. വലിയ വീടാ ഞങ്ങളുടെ വീട്. വലിയ വീടെന്ന് പറഞ്ഞാൽ വലിയ വീട്. ഇവിടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വീടാ. അപ്പോഴേ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാന്ന് അറിയാവോ? അല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തായാലും എന്നെ കൊണ്ട് ചോദിച്ച് പറഞ്ഞ് പഠിക്കാനായിരിക്കും വിളിച്ചത്. എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ 10-25 കൊല്ലം കൊണ്ട് ഇവിടെ ഇരിക്കുമല്ലോ. എനിക്കൊന്നും അറിയത്തില്ല. റീസർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? അറിയാമല്ലോ. എങ്ങനെ? മുക്കാലെ കുത്തി കിഴത്തേക്കകത്തോടെ നോക്കുന്നു. അതല്ലേ സംഭവം. ഇത് മുക്കാലെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ വെച്ച് നോക്കുന്നില്ലേ? റീസർവേ. അത് മുക്കാലിയല്ല, പിന്നെ ടോട്ടൽ സ്റ്റേഷൻ. അടിപൊളി സ്റ്റേഷൻ. ഇപ്പൊ അതിനല്ല പറഞ്ഞത്. ഈ കൊച്ചിന്റെ അച്ഛനെ അറിയാമോ? ഈ കൊച്ചിന്റെ കുഞ്ഞിയർക്കനെ അറിയാമോ? കുഞ്ഞിയർക്കനെ അറിയാമോ? ഊണിലും ഉറക്കത്തിലും എവിടെ പോയാലും ഞാൻ കുഞ്ഞിയോർക്കനെ കൊണ്ടേ പോകത്തുള്ളൂ. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിയോർക്കൻ എന്റെ മുന്നിൽ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണ് ഇവിടെ തന്റെ കുഞ്ഞിയോർക്കൻ. പാവം പിടിച്ച പിള്ളേരെ കേട്ടോ. ഇവർ എത്ര മക്കളുണ്ട്? ഇവിടെ എത്ര പിള്ളേരുണ്ട്? 5 പിള്ളേർ. 5 പിള്ളേര്. 5 പിള്ളേരാണ്. ഇവിടെ ഈ കൊച്ചിന്റെ വസ്തുവും നിങ്ങളുടെ വസ്തുവും തമ്മിൽ അടുത്തടുത്താണോ? അല്ലല്ല 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുഞ്ഞുമ്മയുടെ വസ്തു എന്റെ വസ്തു കൂടെ അടുത്തടുത്താ കിടന്നത്. പിന്നെ അവൻ വേലി കെട്ടി തിരിച്ചങ്ങോട്ട് അങ്ങ് അകന്നു. എന്തിനാ വേലി കെട്ടിയത്? അടിവേര് കയറുന്നുണ്ടോന്ന് അവനൊരു സംശയം. അപ്പോഴ് നിങ്ങളുടെ ഇതെന്തന്നെ? ആധാർ കാർഡ് എന്തെന്നേ? ആധാർ കാർഡാണ് സംഭവം. ഇത് അഴുക്കരിക്കും, തുടച്ചതാ. അഴുക്കല്ല, എന്റെ ഫോട്ടോ അതെ ഇരിക്കുന്നത്. പേരെന്തുവായിരുന്നു? പേര് ദിവാകര കൈമൾ. അപ്പുറത്തൊരു മീശയുടെ വരച്ച് വെച്ചേക്കണേ. എത്ര വയസ്സുണ്ട്? എനിക്ക് മകരത്തിൽ ഉത്സവം. കുംഭത്തിലുണ്ട് ഉത്സവം. ഉത്സവം എന്നല്ല പറഞ്ഞേ, മകരത്തിൽ 87. 87. വീട്ടുപേര് അൽപ്പൻ ഭവൻ. ഓക്കെ. അപ്പോഴേ ഇവിടെ ഒപ്പിടണം. എവിടെ? പിന്നെ കൊച്ചേ ഈ ഒപ്പൂടെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ട് കൊടുത്താൽ മതി. ബാങ്കിൽ നിന്ന് പറഞ്ഞായിരുന്നു സാറേ, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് 8 ലക്ഷം രൂപ ലോൺ അനുവദിക്കും. എന്തെങ്കിലും ഉണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇവിടുന്ന് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. അതെ അതെ അതെ. എന്തിനു വേണ്ടിയായിരുന്നു? ലോൺ എടുക്കാന് മറ്റേ പൊടിക്കുന്ന മില്ലില്ലേ, ഫ്ലവർ മില്ല്. പിന്നെ വേറെ കാര്യം, ഈ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പറയണം. എന്റെ കൂട്ടുകാരന്റെ ഒരു ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അത് ഞാൻ പതിപ്പിച്ചു തരാം. പതിപ്പിച്ചു തരാം ഫ്രീ ആയിട്ട്, നല്ല ചെറിയ റേറ്റിന്. അയ്യോ സാറിന് നല്ല മനസ്സാ സാറേ. തുടങ്ങണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു സാറേ. നന്നാകും കൊച്ച, നീ നല്ല കൊച്ചല്ലേ, നീ നന്നാകും. പിന്നെ ഒരു 4-5 വണ്ടിയെങ്കിലും വേണം. അതെ 4-5 വണ്ടി വേണം. സപ്ലൈക്കൊക്കെ 14 ജില്ലയിൽ സപ്ലൈ എടുക്കണം. സുജാത ഫ്ലോർ മിൽ പതിപ്പിച്ച് ഓടിക്കാനാണ്. പത്തനംതിട്ടയിലെ സപ്ലൈ ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. എന്നാ സാറിന്റെ ഫോട്ടോ കൂടെ അതിനകത്ത് വെക്കുന്നു. ഞാനേ ഈ
കുഞ്ഞീർക്കനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ആ പറഞ്ഞായിരുന്നു. ഞാൻ മൊത്തത്തിൽ പറഞ്ഞില്ല സംഭവം. അല്ല മതി, അത്രയും മതി, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ്. അല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ഉപ്പനകത്തിട്ട് ഇടാൻ പറ്റത്തുള്ളല്ലോ. എന്തായിരുന്നു? ഈ കുഞ്ഞീർക്കനെ പണ്ട് ഈ വയനാട്ടിൽ ലേലത്തിന് പോവായിരുന്നു തനിക്ക്. ശരിയാ ശരിയാ ശരി. അറിയാം. ഞാനും പോകായിരുന്നു ഹണ്ടിങ്ങിന്. എന്റെ അപ്പൂപ്പിനെ പോർച്ചുഗീസുകാർ കൊടുത്തൊരു തോക്കുണ്ടായിരുന്നു. പോർച്ചുഗീസ് അതാ ഇന്ന് അങ്ങനെ, അന്ന് അങ്ങനായിരുന്നു പറയുന്നത്. അങ്ങനെ ഈ തോക്കുമായിട്ട് ഈ കുഞ്ഞീർക്കൻ ഞാനുമായിട്ട് വയനാട്ടിൽ പോകും. കാട്ടിൽ പോയി ചെറിയ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കും. എന്താ വലിയ മൃഗങ്ങളെ പിടിക്കാത്ത? ആരും തിന്നു തീർക്കും ഇത്രയും വലിയതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ കണ്ടിച്ച് വേവിക്കാൻ വേണ്ടി ഒരു തമിഴ്ത്തി ഉണ്ടായിരുന്നു. ഞാൻ അവരൊക്കെ ചെയ്യുന്നു എന്തോ കനിമൊഴി. കനിമൊഴി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവള് ഇത് കഷണിക്ക് പീസാക്കിട്ട് വേവിച്ചിട്ടെ ഞങ്ങക്ക് തരും. ഞങ്ങൾക്ക് തരുന്ന കൂട്ടത്തിൽ എനിക്ക് 2 or 3 പീസ് തരും. അവന് കൂടുതൽ പീസ് കൊടുക്കും. ആ പീസിൽ 2 പിള്ളേരെ. ആ പീസിൽ എന്നല്ല പറഞ്ഞ, ആ പീസ് കൊടുത്ത വകയിൽ വയനാട്ടിൽ 2 പിള്ളേരോടുണ്ട് ഇവിടെ തന്തയ്ക്ക്. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് അയ്യോ ചുമ്മാ സാറെ വിശ്വസിക്കല്ലേ, ഇത് ഉണ്ടാക്കി പറയുവേ. അത്രയും നേരം പറഞ്ഞെല്ലാം ഉണ്ടാക്കിയാ പറഞ്ഞേക്കുന്നത്. അതല്ല സാറേ, അല്ലല്ല, ഇത് സംഭവം നമുക്ക് ശരിക്കും അന്വേഷിച്ചാൽ പറ്റും. അന്വേഷിക്കണം. അവകാശികൾ വേറെ ഉള്ള വസ്തുവാണ്. കാരണം ഈ ജപ്തി വന്നാൽ നമുക്കിത് വേറെ അവകാശങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലത്. നിങ്ങൾ എന്താ അനാവശ്യമായി പറഞ്ഞത്? ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. വേറെ കാണും, ഇനിയും കാണും. അയ്യോ ഇല്ല സാറേ, അങ്ങനൊന്നും പറയരുത്. എന്റെ കഞ്ഞൂടി പൊട്ടിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാനാ? നിങ്ങൾക്ക് കിട്ടാനാന്നോ? ഈ നാട്ടിൽ ഞാൻ മാത്രം മതി പടക്കാരനും വണ്ടിയുള്ളവരും. കൈമളത്തേകം എന്തോ കേട്ടോ നന്നാട്ടെ. എന്തായിരുന്നു അപ്പൊ? ഈ കൊച്ചു ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ലോണൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി വന്നത്. അറിയാം. നിങ്ങൾ അവക്ക് ആദ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ സഹായിച്ചു. അവക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞു പറഞ്ഞപ്പോ നിങ്ങൾ കുത്തി തിരിച്ചു. ഞാൻ കാര്യം ചോദിക്കട്ടെ, എത്ര വസ്തു ഉണ്ട് ഈ നാട്ടിൽ നിങ്ങൾക്ക്? എനിക്ക് ഒരുപാട് വസ്തുണ്ട്. ഏക്കർ അങ്ങനെ ഉണ്ട്. കരം കെട്ടിയതാന്നു? എന്തായാലും കരം കെട്ടാനാ. ഇപ്പൊ ഒന്ന് കരം കെട്ടിക്കേ. കെട്ടി എന്താ? എനിക്കൊന്ന് കരം അടയ്ക്കാനാ. എടുക്കണൊപ്പം ഇത് മതി. അതല്ല, 2 കുത്തോണ്ടായിരുന്നു. അത് ഞാൻ തരാം. എങ്ങനെ?